ഇലക്ട്രോണിക് ബൈക്കുകളുടെ ലോകത്ത് ഇന്ത്യയുടെ ആത്മവിശ്വാസം. മണിക്കൂറിൽ 155 കിലോമീറ്റർ വേഗത, 323 കിലോമീറ്റർ റേഞ്ച്, ഒരു സ്ക്രൂ പോലും പുറത്തില്ലാതെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ, ഒരു ഇലക്ട്രോണിക് ബൈക്ക് അൾട്രാ വയലറ്റ് F77 സൂപ്പർ സ്ട്രീറ്റിന്റെ റിവ്യൂ. മെയ്ഡ് ഇൻ ഇന്ത്യ ഇലക്ട്രോണിക് സൂപ്പർ ബൈക്ക് എന്ന വിശേഷണവുമായി എത്തിയ അൾട്രാ വയലറ്റ് F77 മോഡലിന്റെ പുതിയ വേർഷൻ അതാണ് F77 സൂപ്പർ സ്ട്രീറ്റ്. പേരുപോലെ തന്നെ നഗരയാത്രകൾക്ക് കൂടുതൽ സൗകര്യമാകുന്ന രീതിയിലാണ് വാഹനം ഒരുക്കിയിരിക്കുന്നത്. 2022 കമ്പനി ആദ്യം പുറത്തിറക്കിയ F77 എന്ന പെർഫോമൻസ് ഇലക്ട്രോണിക് ബൈക്കിന്റെ മുഖമിനുക്കിയ പതിപ്പായിട്ടായിരുന്നു മാക് 2 പുറത്തെത്തിയത്. ഈ മോഡലിൽ നിന്ന് ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങളില്ലെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ സൂപ്പർ സ്ട്രീറ്റിൽ കാണാം. F77 എന്ന വൈദ്യുത സ്പോർട്സ് ബൈക്കിന് ഏറ്റവും പുതിയ മോഡലാണ് മാക് 2. ഇന്ത്യയിൽ ഏറ്റവും വേഗമുള്ള ഇലക്ട്രോണിക് ബൈക്ക് എന്ന പേരിലാണ് മാക് 2 എത്തിയിരിക്കുന്നത്. മണിക്കൂറിൽ 155 കിലോമീറ്ററാണ് വേഗത. 7.7 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന ബൈക്കിന് 40 bhp കരുത്തും 100 Nm ടോർക്കുമാണ്. 10 ലെവൽ റീജനറേഷനാണ് മാക് 2-ന്. സുരക്ഷയ്ക്കായി 3 ലെവൽ ട്രാൻസാക്ഷൻ കൺട്രോളും ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോളും ഉണ്ട്. മാക് 2-ലെ ബാറ്ററി പാക്കായ 10.3 കിലോവാട്ട് തന്നെയാണ് സൂപ്പർ സ്ട്രീറ്റിലും നൽകിയിരിക്കുന്നത്. 323 കിലോമീറ്ററാണ് ബാറ്ററി റേഞ്ച്. കുറഞ്ഞ വേരിയന്റിൽ 7.1 കിലോവാട്ട് ബാറ്ററി പാക്കിൽ 221 കിലോമീറ്റർ റേഞ്ചും ലഭിക്കും. 36 bhp കരുത്തും 90 Nm പരമാവധി ടോർക്കുമാണ് ഇലക്ട്രോണിക് മോട്ടോർ പുറത്തെടുക്കുക. ആദ്യ മോഡൽ മുതൽ അൾട്രാ വയലറ്റ് പിന്തുടരുന്ന ഡിസൈൻ രീതി എന്നത് ബോഡി പാനലിലും മറ്റും ഒരു സ്ക്രൂ പോലും പുറത്തു കാണിക്കാതെയുള്ള ഡിസൈനാണ്. സൂപ്പർ സ്ട്രീറ്റിലെ കാര്യമായ മാറ്റം എന്നത് റൈഡിംഗ് പൊസിഷനാണ്. മുൻ വേരിയന്റിനെ അപേക്ഷിച്ച് കുറെ കൂടി നിവർന്നിരുന്ന് ആയാസരഹിതമായി ഓടിക്കാനാകുമെന്നതാണ് പ്രത്യേകത. ഇതിനായി വീതി കൂടിയ പുതിയ ഹാൻഡിൽ ബാറും നൽകി. കൂടാതെ വായു സഞ്ചാരം എളുപ്പമാക്കാനുള്ള ഡിസൈൻ രീതികളും ഉപയോഗിച്ചിട്ടുണ്ട്. മോട്ടറും ബാറ്ററിയും 50-50 എന്ന വെയ്റ്റ് റെവല്യൂഷനിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് വാഹനത്തിന് മികച്ച സ്റ്റെബിലിറ്റി നൽകുന്നു. ഉയർന്ന വേരിയന്റായ സൂപ്പർ സ്ട്രീറ്റ് റീകോണിന് 40.2 bhp പവറും 100 Nm ടോർക്കുമേകുന്ന 10.3 കിലോവാട്ട് ഇലക്ട്രോണിക് മോട്ടറാണ് കരുത്തേകുന്നത്. 323 കിലോമീറ്റർ റേഞ്ചാണ് നിർമ്മാതാക്കൾ വാഹനത്തിന് അവകാശപ്പെടുന്നത്. മണിക്കൂറിൽ 155 കിലോമീറ്റർ പരമാവധി വേഗത എടുക്കാനും സാധിക്കും. 7.7 സെക്കൻഡിൽ 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡ് കൈവരിക്കാനുള്ള കരുത്തുമുണ്ട്. സ്റ്റാൻഡേർഡ് ചാർജർ ഉപയോഗിക്കുമ്പോൾ 20% മുതൽ 80% ചാർജാകാൻ വേണ്ടത് 5 മണിക്കൂറാണ്. ഇത് ബൂസ്റ്റ് ചാർജറിൽ 20% മുതൽ 80% ചാർജാകാൻ വേണ്ടത് 2.5 മണിക്കൂറും. 800 mm ആണ് സീറ്റ് ഹൈറ്റ്, 160 mm ഗ്രൗണ്ട് ക്ലിയറൻസും 1340 വീൽ ബേസും ആണുള്ളത്. സൂപ്പർ സ്ട്രീറ്റ് മോഡലിലേക്ക് വരുമ്പോൾ 36.2 HP പവറും 90 Nm ടോർക്കുമേകുന്ന 7.1 കിലോവാട്ട് ഇലക്ട്രോണിക് മോട്ടറാണ് വാഹനത്തിനുള്ളത്. 211 കിലോമീറ്റർ റേഞ്ച്. 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡ് കൈവരിക്കാൻ വേണ്ടത് 7.8 സെക്കൻഡ് മാത്രമാണ്. മണിക്കൂറിൽ 155 കിലോമീറ്റർ പരമാവധി വേഗത എടുക്കാൻ കഴിയും. ചാർജിംഗ് സ്പീഡിലും വ്യത്യസ്തതയുണ്ട്. സ്റ്റാൻഡേർഡ് ചാർജർ ഉപയോഗിക്കുമ്പോൾ 20% മുതൽ 80% ചാർജാകാൻ വേണ്ടത് 3 മണിക്കൂറാണ്. ഇത് ബൂസ്റ്റ് ചാർജർ ആകുമ്പോൾ 20% തൊട്ട് 80% ചാർജാകാൻ 1.5 മണിക്കൂർ മാത്രം മതി. 800 mm ആണ് സീറ്റ് ഹൈറ്റ്, 160 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. സേഫ്റ്റി ഭാഗം നോക്കുകയാണെങ്കിൽ 4 ലെവൽ ട്രാൻസാക്ഷൻ കൺട്രോൾ, 10 ലെവൽ റീജനറേഷൻ ബ്രേക്കിംഗ്, ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഡ്യുവൽ ചാനൽ ABS, ഹിൽ ഹോൾഡ്, ആന്റി കൊളീഷൻ വാർണിംഗ്, ക്രാഷ് അലർട്ട് എന്നിങ്ങനെ നീളുന്ന സുരക്ഷാ സംവിധാനങ്ങൾ. കൂടാതെ ഗ്ലൈഡ്, കോമ്പാക്ട്, ബാലിസ്റ്റിക് എന്നീ 3 റൈഡ് മോഡുകളും ഉണ്ട്. F77 സൂപ്പർ സ്ട്രീറ്റ്, A77 സൂപ്പർ സ്ട്രീറ്റ് റീകോൺ എന്നിങ്ങനെ ബേസ് ടോപ്പ് വേരിയന്റുകളിലാണ് വാഹനം ഒരുക്കിയിട്ടുള്ളത്. ഉയർന്ന കരുത്തിനോടൊപ്പം സാങ്കേതിക വിദ്യയിലും മുന്നിട്ട് നിൽക്കുന്ന മോഡലാണ് അൾട്രാ വയലറ്റ് ഇലക്ട്രോണിക് മോട്ടോർ സൈക്കിൾ. വയലറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ഈ ബൈക്കുകളിലുള്ളത്.